ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കൊന്നൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സബോള ഒരു മീഡിയം സൈസ് 2 സബോള അരിഞ്ഞതാണിത്. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് 1 ഇഞ്ചിൽ അരിഞ്ഞത്. പിന്നെ 3 പച്ചമുളക്, കുറച്ച് നാളികേരത്തിൻ്റെ പീസസ്, പിന്നെ ഒരു 8 വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു 1/2 കിലോ ബീഫാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബീഫിക്ക് വേവിക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അത് വീട്ടിൽ തന്നെ പൊടിച്ച മല്ലിപ്പൊടിയാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചേർക്കുന്നത് 1 സ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാല കൂടുതൽ ചേർക്കേണ്ട, അതിൻ്റെ ഒരു കുത്തു വരും. പിന്നെ അതിലേക്ക് മീറ്റ് മസാല ആഡ് ചെയ്ത് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ കണ്ട സാധനങ്ങളാണ്. അതായത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്, പിന്നെ 2 സ്പൂൺ ഉപ്പും നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, അത് കാണിക്കാൻ മറന്നു. അത് അടച്ച് വെക്കുക. അപ്പം നമ്മൾ ഒരു 5 വിസിൽ അടിച്ചെടുക്കുമ്പോഴേക്കും നല്ല സെറ്റായി കിട്ടും. അതിൽ എയർ കളയാതെ തന്നെ പിന്നീട് തുറന്നെടുക്കുക. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത്, ഉള്ളി, അതുപോലെ വേപ്പില, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ആ വെള്ളത്തോട് കൂടിയിട്ടാണ് ഒഴിക്കുന്നത്. ആ ബീഫ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ നെയ്യാണ്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി.